ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വലിയൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കുകയാണ്. വേറെ ഒരിടത്തേക്കല്ല, നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഫുൾ ആ ഒരു ബഹളവും സ്പീക്കറും ഒക്കെ വെച്ച് തന്നുകൊണ്ട് അവിടെ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ പിന്നീടാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ ഇത് ഒന്നാം ഉത്സവ ദിവസമാണ്. അപ്പം 17-ാം തീയതി ശനിയാഴ്ചയാണ് ഒന്നാം ഉത്സവം ആരംഭിച്ചത്. രാവിലെ 8 മണിക്കായിരുന്നു കാപ്പ് കെട്ടി കുടിയിരുത്തിയത്. അപ്പം ഇത് രാത്രി ആ ഒരു ഫങ്ഷനൊക്കെയാണ്, ആ ലൈറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 25-ാം തീയതിയാണ് പൊങ്കാല. നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ട് നിറച്ച് നല്ല ഒരുപാട് ലൈറ്റ് വെച്ച് നല്ലൊരു അലങ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ തോറ്റം പാട്ട് പാടുന്ന അവർ ഇരിക്കുന്നതും. ഇവിടെ നിന്നാണ് തോറ്റം പാട്ട് പാടുന്നത്. അപ്പം അതും ഒന്ന് ഞാൻ പോയി ഒന്ന് തൊഴാനായിട്ട് പോയി. ഇതാണ് ക്ഷേത്രത്തിൽ കയറാനുള്ള തിരക്കാണ്. ആ ഒരു ക്യൂ ആണ് കാണുന്നത്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിനേക്കാൾ ഒരുപാട് കുറച്ച് നേരം കൂടെ കഴിയപ്പോൾ നല്ല ക്യൂ ആയിരിക്കും. അപ്പം മുകളിലൊക്കെ നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് നല്ലൊരു ദീപാലങ്കാരം ഉണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാണുന്നത് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വിഷ്വൽ ഇതാണ്, ഈ ഒരു ലൈറ്റ്സിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ നേരെ ഇത് നമ്മുടെ മെയിൻ സ്റ്റേജാണ്. അവിടെ ഒരു ഇനോഗ്രേഷൻ സെറിമണി നടന്നു കഴിഞ്ഞു. ആ ഒരു അത് കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റ് അനുശ്രീയാണ്, സിനിമാ താരം. അപ്പോൾ അനുശ്രീ തിരിച്ചു പോകാനായിട്ടുള്ള ആ ഒരു ഇതിന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും, അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പോകാനായിട്ട് എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കാണുന്നത് അനുശ്രീയാണ്. ആ സാരി ഉടുത്തതാണ് അനുശ്രീ. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ നോക്കാം, ശ്രമിക്കാമെന്ന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറേ നർത്തകർ ഡാൻസ് കളിച്ചിട്ട് അന്ന് ഫോട്ടോ എടുക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു കുറേ 4 ഡാൻസേഴ്സിനെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇനി അവിടെ വേറെ ബാക്കി 3 സ്റ്റേജുണ്ട് നമുക്ക്. അതിനകത്തുള്ള സ്റ്റേജിലും ഒരു ഡാൻസ് നടക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കാണാം.
സുരവൃന്ദം പുഷ്പവൃത്തിനടക്കുന്നു അമ്മതം നടയിൽ നിന്നുയർന്ന സ്വരം ഒന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്നു മനസ്വിനി തോന്യമായി അമ്മതം നടയിൽ നിന്നുയർന്ന സ്വരം ഒന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും വിനോദ മണ്ഡിതര പരദേവത ഭഗവതി ശ്രീരാജരാജേശ്വരി അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഈ സ്റ്റോളൊക്കെ ഉള്ള സ്ഥലത്താണ് പോയിരിക്കുന്നത്. അവിടെ ഒരുപാട് ഐസ്ക്രീംസും വട പാനിപൂരി അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബജി വട ഐറ്റംസൊക്കെയാണ് ഉള്ളത്. പിന്നെ കോളിഫ്ലവർ ബജി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഐസ്ക്രീംസും ജ്യൂസും കുലുക്ക് സർബത്തൊക്കെ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇതൊരു പ്രത്യേകതരം ജ്യൂസാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു തണ്ണിമത്തനൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ മേടിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വാങ്ങിക്കുന്നത് കോളിഫ്ലവർ ബജിയാണ്. അപ്പോൾ കോളിഫ്ലവർ ബജി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചട്നിയൊക്കെ വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്കിലും ഒരുപാട് നല്ലതല്ല, നോട്ട് ബാഡ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലോട്ട് ആണ് ഇവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇത് നമ്മുടെ ചോളം, ചുണ്ടൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ചുണ്ടൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചുണ്ടൽ എന്തായാലും മേടിച്ചൊന്ന് കഴിക്കാമെന്ന് കരുതി ഒരു ചുണ്ടൽ മേടിച്ചു. അപ്പോൾ സ്റ്റോളും ബാക്കിയെല്ലാം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് വിളക്ക് കെട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.